ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കുമ്മാട്ടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ എന്ന സ്ഥലത്തെ എൻ്റെ സ്വന്തം നാടായ മുണ്ടൂരിലെ കുമ്മാട്ടിയാണ്. അപ്പോൾ കുമ്മാട്ടിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും ചെറിയ ചെറിയ ആചാരങ്ങളും ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. കരിവേഷങ്ങൾ വന്നു തുടങ്ങിയിട്ടാണ് കുമ്മാട്ടി തുടങ്ങുക. അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വേഷങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിലും വേഷങ്ങളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. അത് കണ്ടപ്പോൾ കുട്ടികൾക്കും വേഷം കിട്ടണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചെറുതായിട്ട് വെറുതെ പുറത്തൊന്നും പോകാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ വേഷമൊക്കെ കെട്ടിക്കൊടുത്തു. അങ്ങനെ ഇതാ നമ്മുടെ വീട്ടിൽ 2 കുട്ടിവേഷങ്ങൾ റെഡിയായി. പാറൂട്ടി എണീച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവർക്കൊന്നും വേഷം കെട്ടി കൊടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഷാനുവിനും ലച്ചുവിനും നന്നായിട്ട് വേഷം കെട്ടിക്കൊടുത്തു. അടുത്തതായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഊട്ടൽ. അതായത് ചാണകം മെഴുകി മുറ്റമൊക്കെ നല്ലോണം വൃത്തിയാക്കി എടുക്കും. കുളിച്ച് ശുദ്ധിയായിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടാവും. പച്ചരി കുതിർത്തിട്ട് ഒരു മാവിൻ്റെ പരുവത്തിൽ കുറച്ച് ലൂസായിട്ട് തന്നെ നല്ലോണം അരച്ചെടുത്ത് അതുകൊണ്ട് ഇതിൽ ആണിയും ചാണകം തേച്ച സ്ഥലത്ത് നല്ല വൃത്തിയിൽ നന്നായിട്ട് അണിഞ്ഞെടുക്കും. അതിനുശേഷം അതിൽ പായസവും അതുപോലെ തന്നെ ഉപ്പില്ലാതെ ഉണ്ടാക്കിയ അടയും അതൊക്കെ വെച്ചിട്ട് ദേവിക്ക് പൂജ കഴിക്കും. അങ്ങനെയാണ് എല്ലാ വീടുകളിലും അതായത് നമ്മുടെ പാലക്കീഴ ഭഗവതി ക്ഷേത്രത്തിലാണ് കുമ്മാട്ടി നടക്കുന്നത്. അത് തട്ടകമായി വരുന്ന എല്ലാ വീടുകളിലും ഒട്ടുമിക്ക വീടുകളിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഇത് കണ്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ മക്കൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അവർക്ക് അതൊക്കെ കൗതുകത്തോടു കൂടി കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലക്കാട് വന്നതല്ലേ, അപ്പോൾ എനിക്കിവിടെ വന്ന് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമായിട്ടുള്ളത് നമ്മുടെ വെള്ളച്ചോറ് പറയും. അതായത് പഴങ്കഞ്ഞി, തൈരും കാന്താരിമുളകും മാങ്ങ ഉപ്പിലിട്ടതും അതൊക്കെ കൂടി പഴഞ്ചോറിലിട്ട് നന്നായി മിക്സാക്കി കഴിക്കും. അപ്പം ഞാൻ കഴിക്കുന്നത് കണ്ടപ്പോൾ ഷാനുവിനും വേണമെന്ന് പറഞ്ഞു. അവനും അതൊക്കെ കഴിച്ചു. ഇന്നത്തെ ദിവസം എല്ലാവരും വരും. നമ്മുടെ ഫാമിലിയിലുള്ള അതായത് നമ്മുടെ കുടുംബക്കാർ മൊത്തം വരും. അപ്പോൾ ചിക്കനും ബീഫും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയത്തിയാണ്, അവൾ അതൊക്കെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഓരോരുത്തർ ഓരോരോ പണികളിൽ മുഴുകിയിരിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനും ബീഫും അതുപോലെ തന്നെ മോരുകറിയും പച്ചടിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടി കുട്ടി വേഷങ്ങളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മക്കൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അവരൊക്കെ ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ചെറിയ കുട്ടികളാകുമ്പോൾ ഞങ്ങൾ ഇതുപോലെയൊക്കെ വേഷമൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ അമ്മ അതൊക്കെ റെഡിയാക്കി അരിയൊക്കെ അരച്ചിട്ട് അണിയാൻ വേണ്ടി പോവാണ്. ശേഷം ചെറുതായിട്ട് കഴിക്കുന്ന പൂജയ്ക്ക് പൂവും വെള്ളം കൊടുക്കാനായിട്ട് തുളസിൻ്റെ ഇല പറിക്കുകയാണ്. ഷാനുവും കൂടി അമ്മയുടെ കൂടെ തുളസിൻ്റെ ഇല പറിക്കാനായിട്ട്. അപ്പോഴത്തേക്കും പാറൂട്ടിയും ലച്ചൂട്ടിയും എല്ലാവരും കുളിച്ചു വന്നു. ഇത്തവണ ഇവിടെ വന്ന ശേഷം പാറുവും ലച്ചുവും ഭയങ്കര കമ്പനിയായി. ഇപ്പോൾ പാറുവാണ് ലച്ചുവിന് റെഡിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ വന്ന ശേഷം പാറു ലച്ചുവിനെ നിലത്ത് വെച്ചിട്ടില്ല. ഭയങ്കര സ്നേഹമായിരുന്നു അവൾക്ക്. 2 വർഷം കാണാതായിട്ടുള്ള സ്നേഹമൊക്കെ അവൾ തീർത്തു. അങ്ങനെ ഇതാ അമ്മ അണിഞ്ഞു കഴിഞ്ഞു. ഇനി വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ നമുക്ക് കാണാം.
ഇങ്ങനെ ചെയ്യാനായിട്ട് അമ്മ തുടങ്ങിയിട്ടുണ്ട്. 2 നാക്കല വെച്ചു. അതിൽ ഞാൻ പറഞ്ഞ പോലെ അരി കൊണ്ടുണ്ടാക്കിയ 2 അപ്പം പോലത്തെ 2 സാധനം വെച്ചു. ഇളനീര് വെച്ചു, ചന്ദനത്തിരിയും വിളക്കും ഒക്കെ കത്തിച്ചു. ഇനി അമ്മ അതിന് പൂജയ്ക്ക് ഇങ്ങനെ പൂവും വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ടിരിക്കുകയാണ്. നല്ല അരിപ്പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പ്രസാദമായിട്ട് ഇലയിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ വേല കാണാനായിട്ട് പോകും. നമ്മുടെ നാട്ടിലുള്ള വേല പുറപ്പെടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ആ വേലയും അതുപോലെ തന്നെ കുമ്മാട്ടിയുടെ മുഴുവൻ വേലകളുടെയും വീഡിയോ ഞാൻ അടുത്ത പാർട്ടിൽ ഇടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ അത് എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ബാക്കി വേലകളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ കാണുക. മതി വെള്ളം ജസ്റ്റ് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്തേ. അതിന് ഇല്ല കിടന്ന